സൂപ്പർ ആവുന്നുണ്ട് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് നടാൻ പോകുന്നത് പപ്പായയുടെ തൈയാണ്, പിന്നെ ചൊരക്കേര വിത്തും. ഞങ്ങളിന്ന് ഇതിനൊരു പഴുത്ത പപ്പക്കായ എടുത്ത് തിന്നു. എൻ്റെ പൊന്നു എന്തു ടേസ്റ്റായിരുന്നു. അപ്പൊ തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു പപ്പക്കായുടെ തൈ നടണം, അല്ലാണ്ട് വേറെ ജോലിക്കില്ല. ഇനി ഞങ്ങൾ കൃഷി സ്ഥലത്തിലേക്ക് പോവാണ് ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങൾ പപ്പ തൈ നട്ടിട്ടുണ്ട്. ഇനി ഞങ്ങൾ നടാൻ പോകുന്നത് ചൊരക്കേര വിത്താണ്. ഞാൻ ഇപ്പോൾ കൃഷിയെ സംബന്ധിച്ച് ഒരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ ഗ്രോ ബാഗിൽ വിത്ത് നടുമ്പോൾ അതൊരു മാക്സിമം 1 കൊല്ലമേ അത് നിൽക്കുള്ളൂ. നമ്മൾ ചാക്കിൽ നടുമ്പോൾ അത് 3-4 കൊല്ലം ഈ ചാക്ക് കുറേ കൃഷികൾ ചെയ്യാം. ഈ ചാക്ക് ഇപ്പോൾ കുറേ കിട്ടുന്നത് പഞ്ചസാര ചാക്ക്, പിന്നെ കാലിത്തീറ്റര, ഇതിലൊക്കെ കുറേ കിട്ടും. പിന്നെ 3-4 കൃഷിയൊക്കെ നമുക്കിതിൽ ചെയ്യാം. മണ്ണ് വെറുതെ മാറ്റി കൊടുത്താൽ മതി കൃഷി ചെയ്യുമ്പോൾ. 10 രൂപയിൽ താഴെയുള്ളൂ ഇതിൻ്റെ വില. അതാണ് നമുക്ക് ലാഭം. ഈ ഗ്രോ ബാഗിന് നല്ലത് ചാക്ക് തന്നെയാണ് നടാൻ പോകുന്നത്. ചവറാണ് ഞങ്ങൾ അടിവളാക്കിയിട്ടിട്ടുള്ളത്. ഈ കൊറോണ കാലത്ത് എല്ലാവർക്കും ചിത്തിര കൃഷ്ണയുടെയും സായി കൃഷ്ണയുടെയും വിഷു ആശംസകൾ. നമസ്കാരം ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് മൈക്രോ ഗ്രീൻസ് എന്നുള്ള ഒരു സംഭവമാണ്. അപ്പൊ എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പയറ് മുളപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ഇങ്ങനത്തെ ഒരു ബാസ്ക്കറ്റിൽ നമ്മൾ ഈ പയർ ഇട്ട് കൊടുക്കാം. ഈ മുളപ്പിച്ച് വെച്ചാൽ ഇത് ഞാനൊരു 8 to 10 hours വരെ സോക്ക് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇങ്ങനത്തെ ഒരു ബാസ്ക്കറ്റിൽ ഇട്ടിട്ട് നമ്മൾ ഇത് ഇങ്ങനെ ഒരു വെള്ളം നിറച്ച പാത്രത്തില് ഇതിന്റെ ബേസ് വരെ വെള്ളം തട്ടുന്ന രീതിയിൽ ഈ ബാസ്ക്കറ്റ് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു നനഞ്ഞ ഒരു കോട്ടന്റെ തുണി ഇതിന്റെ മേലെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അതിന്റെ മേലെ ജസ്റ്റ് കുറച്ചൊരു വെള്ളം കുറച്ചൊരു നനവിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ നമുക്ക് ഒരു വലിയൊരു രീതിയിൽ കൃഷി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൽ വെള്ളത്തിൽ കുറച്ച് നമുക്ക് ന്യൂട്രിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതല്ല ഇങ്ങനെ ജസ്റ്റ് ചെയ്യാന്നുള്ളതാണെങ്കിൽ ഒരു 15 to 20 സെന്റിമീറ്റർ ഹൈറ്റിൽ വരണം. പിന്നെ ഈ കോട്ടന്റെ ക്ലോത്ത് നമ്മൾ ജസ്റ്റ് 5 days കഴിഞ്ഞ് കുറച്ച് ഇലകളൊക്കെ വരാൻ തുടങ്ങുമ്പോൾ അത് റിമൂവ് ചെയ്യാം. കാണിച്ചപ്പോൾ ഒരു ഇൻട്രസ്റ്റോടെ ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എങ്ങനെ എത്ര ആവുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ നമ്മുടെ കിച്ചുവിന്റെ കൃഷി ചാലഞ്ചിൽ അങ്ങനെ ഞാനും പങ്കാളിയാകുന്നു. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കൃഷി ഞാൻ ഇന്നലെ മുളപ്പിക്കാൻ വെച്ച വിത്തുകളാണ്. നമുക്ക് ഞാൻ നടാം. ഞാനിന്ന് വിഷുക്കണി ഒരുക്കുന്നത് എന്റെ തോട്ടത്തിലെ വെള്ളരി കൊണ്ടാണ്. നമുക്കിന്നത് പൊട്ടിക്കാം. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ചീരവിത്താണ് പാകാൻ പോകുന്നത്. ഞാൻ നിങ്ങളുടെ മുഹമ്മദ് നബ്ഹാൻ. അവധിക്കാലമായത് കൊണ്ട് മാത്രമല്ല, അതിനു മുമ്പേ ഒരു കൊച്ചു പൂന്തോട്ടം ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇത് പല വർണ്ണങ്ങളാലുള്ള 10 മണി. ഇത് ഞങ്ങൾ ഈ അവധിക്കാലത്താണ് നട്ടത്. ഇത് ജറബറ, ഇത് അഡീനിയം. ഇത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന 2 റോസാപ്പൂക്കളാണ്. ഇത് വെള്ള ജമന്തി. ഇത് കഴിഞ്ഞ വർഷം നട്ട ലില്ലി. ഇത് പലതരത്തിലുള്ള ബുഷുകളാണ്. പലരും ഇത് ഇൻഡോർ പ്ലാന്റ്സ് ആയി യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കടലാസ് പൂ. പല വർണ്ണങ്ങളിലുള്ള കടലാസ് പൂക്കളാണിത്. ഇത് ചെത്തി. 3 എണ്ണത്തിലുള്ള ചെത്തി ഇവിടെയുണ്ട്. ഇത് ടർട്ടിൽ വേ. ഇത് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടാണ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുക. ഇത് ബട്ടർഫ്ലൈ.
ഇത് പലതരത്തിലുള്ള ബോൺസൈകളാണ്. ഇവയ്ക്ക് 10-13 വയസ്സ് പ്രായമുണ്ടാകും. കഴിഞ്ഞ പ്രളയത്തിൽ കുറച്ച് നശിച്ചുപോയെങ്കിലും അവശേഷിക്കുന്ന 4 ഞങ്ങളിവിടെ കാണിക്കുന്നത്. ഇതൊരു പ്രത്യേകം വാത്സ്യമാണ്. അപ്പം നടന്നുകൊണ്ട് അന്ന് കയറി കൂടാണ് എനിക്ക് രണ്ടെണ്ണായിട്ടാ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആസിയ മറിയം. നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഞങ്ങളുടെ വീട്ടിലെ ചെറിയൊരു പച്ചക്കറി തോട്ടമാണ്. ആദ്യം ഞാൻ കാണിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ 3 തരമുള്ള പച്ചമുളകാണ്. ഇത് ചന്തമുളക്, ഇത് ബജ്ജിമുളകാണ്, ഇത് ക്യാപ്സിക്കം, ഇത് ഞങ്ങൾ ഈ അവധിക്കാലത്ത് നട്ട വഴുതനങ്ങയാണ്. ഇത് ഞങ്ങളുടെ കോവക്കയാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ നടുന്നത് കാച്ചിലാണ്, നീലക്കാച്ചിൽ. ഇതിൽ മുള വന്ന് തുടങ്ങിയിട്ടുണ്ട്. മുള വന്ന ഭാഗം മുകളിലായിട്ടാണ് നമ്മൾ നടേണ്ടത്. നമസ്കാരം, എല്ലാവർക്കും ഹാപ്പി വിഷു. ഞാൻ നടാൻ പോകുന്നത് ആഫ്രിക്കൻ മല്ലിയാണ്. ഇത് സാധാരണ മല്ലിയുടെ മണവും രുചിയും ഉണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു ഞാൻ ഇന്ന് നടാൻ പോകുന്നത് പയറാണ്. നമുക്ക് നടാം. നമുക്ക് മണ്ണിട്ട് മൂടാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഹായ് കൂട്ടുകാരെ, കോവിഡ് എന്ന മഹാമാരി ലോകത്തെ മുഴുവൻ നടുക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. അതുകൊണ്ട് തന്നെ വിഷു നമ്മൾ ആഘോഷിക്കുന്നില്ല. എന്നാലും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞാൻ വിഷു ആശംസകൾ നേരുന്നു. ലക്ഷ്മിക്കുട്ടി, ഇന്ന് നമുക്ക് എന്താ നടേണ്ടത്? വാ, എന്നാ നമുക്ക് നടാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നടാൻ പോകുന്നത് നമ്മളെ പാകി മുളപ്പിച്ച വെണ്ടയാണ്. അതിന് ഞങ്ങള് ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ വെക്കാൻ പോവാണ് കേട്ടോ കൂട്ടുകാരെ. ഇന്ന് എന്റെ ഡ്രം സ്റ്റിക്ക് കാണിച്ചു തരാം. ഇതാണ് ഡ്രം സ്റ്റിക്ക്. 6 മാസം കൊണ്ട് കായ ആയി. ഇതാണ് ചെടി മുരിങ്ങ. ബൈ ബൈ. ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ തോന്നിയത്. ഇന്ന് ഞങ്ങൾ ഇവിടെ നടുന്നത് വെണ്ടക്കയുടെ പാവക്കയുടെ വിത്തുകളാണ്. ഇത് ചകിരിച്ചോറും ചാണകപ്പൊടിയും ചേർന്നിട്ടുള്ള ഒരു മിക്സാണ്. അതാണ് ഞങ്ങൾ ഇതിൽ നിറച്ചു വെച്ചിട്ടുള്ളത്. ഇതിലാണ് ഞങ്ങൾ വിത്ത് കുഴിച്ചു വെക്കാൻ പോകുന്നത്. ഈ വെണ്ടക്കയുടെ വിത്താണ് ഞങ്ങൾ ഇവിടെ നട്ടത്. ഈ വഴുതനങ്ങയുടെ തൈയാണ് ഇവിടെ നടാൻ പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ. ഇനി 20-ാം ദിവസത്തെ